മർക്കസുൽ ദഅവ വിഭാഗം അവരും പറയും ഞങ്ങൾ മുജാഹിദാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് മർക്കസുൽ ദഅവയിൽ നിൽക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3000-ഓളം ഹദീസുകൾ നിഷേധിക്കേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് വലിയ വിഷയാക്കി, അങ്ങനൊന്നുമില്ല, അത് തെളിയിക്കണം. നമ്മൾ എണ്ണിക്കൊടുത്തു. അവർ നിഷേധിക്കുന്ന 3150 ഹദീസുകൾ എണ്ണിക്കൊടുത്ത ഇത് മുഴുവൻ നിങ്ങൾ നിശ്ചയിച്ചുകൊണ്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് മുണ്ടാട്ടില്ല. അപ്പൊ അതൊക്കെ സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളാണ്. ബുഖാരിയിൽ വന്ന, മുസ്ലിമിൽ വന്ന, തിർമിദിയിൽ വന്ന, അബൂദാവൂദിൽ വന്ന, നസായിയിൽ വന്ന, ഇബ്നു മാജയിൽ വന്ന, മുസ്തദ് അഹ്മദിൽ വന്ന, ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വന്ന, സുനൻ ദാരിമിയിൽ വന്ന, ഇങ്ങനെയുള്ള 11 ഗ്രന്ഥങ്ങളിൽ വന്ന സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന 3000 ചില്ലാനം ഹദീസുകൾ എണ്ണി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടല്ല നിൽക്കാൻ കഴിയില്ല. ഒരു ന്യായം എന്താ? അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ചാൽ ഖുർആനെതിരാണ്, അത് അംഗീകരിച്ചാൽ അന്ധവിശ്വാസമാണ്, അത് അംഗീകരിച്ചാൽ അത് ശിർക്കാണ്, ഖുറാഫത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ചു വന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന സ്വീകരിച്ചു പോന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസുകളെ പോലും തള്ളാൻ തയ്യാറാകുന്നു. ഖുർആൻ പരിഭാഷകളെ, അമാന്യമൊഴിയ പരിഭാഷ പോലും അസ്വീകാര്യമാണെന്ന് പറയുന്നിടത്തേക്ക് അവർ എത്തിച്ചേരുന്നു. അതാണ് വ്യതിയാനങ്ങൾ. സ്ഥിരപ്പെട്ട പള്ളിയിൽ നിഷേധിക്കുക. അവിടെയാണ് ജിന്നും മലക്കുമൊക്കെ ചർച്ചയാകുന്നത്. അവരുടെ ഇടപെടലുകൾ, അവരുടെ ചില പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ആയത്തിൽ വന്നവ, ഹദീസിൽ വന്നവ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് തള്ളുക.